ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയും അഭിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നവ്യ പറയാണ്, കല്യാണത്തിന് മുന്നേ എന്തൊക്കെയായിരുന്നു, സ്വർണ്ണമാല, സ്വർണ്ണവള, ഡയമണ്ടിൻ്റെ മോതിരം, റിങ് എന്നൊക്കെ പറയുകയാണേ. കല്യാണത്തിന് ശേഷം നീ എന്തെങ്കിലും എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടോ? എടി, അന്നൊക്കെ എനിക്ക് പൈസ ഉണ്ടായിരുന്നോ? അന്ന് എൻ്റെ ജോലി ഇപ്പോഴത്തെ ജോലി പോലെ അല്ലായിരുന്നു. അന്ന് ഞാൻ മാനേജറായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ വെറും ഒരു ജോലിക്കാരനാണ്. അവിടെ നിന്ന് അഴിമതി കാണിച്ചു, അതുകൊണ്ടല്ലേ നിന്നെ തരം താഴ്ത്തിയത്. അതേതൊക്കെയാലും നന്നായി, അല്ലെങ്കിൽ നീ നോക്കിയിരുന്ന ബ്രാഞ്ച് ഇപ്പോൾ പൂട്ടേണ്ടി വന്നേനെ എന്നിങ്ങനെ നവ്യ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുകയാണ്, എനിക്ക് വയ്യ നിന്നോട് വഴക്കിടാൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ, അതെന്ത് പറ്റി എന്നിങ്ങനെ ഒരുമാതിരി കളിയൊക്കെ ചോദിക്കുവാണേ. നീ ഇപ്പോൾ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടാന്ന് പറഞ്ഞോ എന്നിങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുകയാണേ, നീ വെറുതെ എന്നെ ചൂട് പിടിപ്പിക്കാതെ ഒന്നും മിണ്ടാതിരിക്കേ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജലജയുമാണ്. അപ്പോൾ ഇങ്ങനെ ജലജ വെള്ളം കുടിക്കാനെന്നുള്ള രീതിയിൽ റൂമിലോട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജലജ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോഴത്തേക്കിനും ദേവയാനി വന്നതിൻ്റെ ഇങ്ങനെ ചോദിക്കും, നീ കിടക്കാൻ എന്താ, നീ ഇപ്പോഴേ കിടക്കാൻ പോവാണോ ചോദിക്കും കേട്ടോ. എന്താ നീ ഇത്ര നേരത്തെ കിടക്കുന്നതെന്ന് ചോദിക്കുവേ. അന്നേരം പറയും, എന്തോ വയ്യ, എനിക്ക് നേരത്തെ കിടക്കാൻ തോന്നുന്നു. അത് തന്നെയല്ല, അവിടെ ഭയങ്കര ചൂടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നിൻ്റെ റൂമിൽ AC ഉണ്ടല്ലോ, പിന്നെ എന്താ നിനക്ക് ഇത്ര ചൂട് അനുഭവപ്പെടുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പം റൂമിലല്ല ചൂട്, മനസ്സിലാണ് ചൂട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, മനസ്സിനകത്ത് അത്യാഗ്രഹം കൂടിയാലും അങ്ങനെ തന്നെയാണെന്നേ. അതെ, ഒരിക്കലും ശാന്തമാകത്തില്ല, അതെപ്പോഴും ഇങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കും എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ എടത്തി അങ്ങനെ പറഞ്ഞത്? നാളെ എൻ്റെ മരുമകളുടെ അല്ല, നിൻ്റെ മരുമകളുടെ 7ാം മാസമാണ്. അപ്പം ഇങ്ങനെ ജലജ പറയുകയാണേ. പിന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിക്കാനായിട്ട് വരുന്നുണ്ട്. അത് തന്നെയല്ല, അവരെല്ലാവരും പലഹാരമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതുപോലെ തിരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിടണ്ടേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, അതെന്തെങ്കിലും നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കൊടുത്തു വിടാം, അത് ചെയ്യാൻ ഞാൻ അഭിയോട് പറഞ്ഞോളാം എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, ബേക്കറിയിൽ നിന്ന് മേടിക്കാനോ? ഇപ്പം ഞാനും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നപ്പോൾ ഇവിടുത്തെ അമ്മയാണ് എല്ലാം റെഡിയാക്കി തന്നയച്ച് വിട്ടത്. അതൊക്കെ പഴയ കാലമല്ലേ ഏട്ടത്തെ, ഇപ്പോഴത്തെ തലമുറ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം വന്നേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് നീ കിടന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എനിക്കറിയാം നിനക്ക് ക്ഷീണമുണ്ടെന്ന്, അതുപോലെ തന്നെ എനിക്കും ക്ഷീണമുണ്ട്. നിനക്കറിയാലോ എനിക്ക് വലിയൊരു സർജറി കഴിഞ്ഞതാണെന്ന്. അങ്ങനെയുള്ള എനിക്കുണ്ടാകാത്ത ക്ഷീണം നിനക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് വരാൻ നോക്ക്, വാ എന്ന് നിർബന്ധപൂർവ്വം വിളിച്ചിട്ട് നമ്മുടെ ദേവയാനി ജലജനെയും കൊണ്ട് പോവുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മളെ ഗോവിന്ദനെയും കനകനെയാണ്. അപ്പോൾ ഗോവിന്ദനും കനകനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, അടുക്കളയിലാണ്. അപ്പം നാളെ കൊണ്ടുപോകാനുള്ള നമ്മുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഗോവിന്ദൻ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ച കാര്യം ആദർശിന് അറിയുമായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാനാ ഗോവിന്ദേട്ടാ? പിന്നെ അറിയാനുള്ള സാധ്യത ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ നയനമോള് അമ്പലത്തിൽ വന്ന കൂടെ ആദർശമോനും കാണേണ്ടതല്ലായിരുന്നോ? പിന്നെ ഇത് എപ്പോഴാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കൂട്ടായത്? അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ അറിയണമെങ്കിലേ ഈ നാടകം പൊളിക്കണം. നമ്മുടെ മോള് തന്നെ നമ്മളോട് സത്യം പറയണം. അതിപ്പോൾ എങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ സാഹചര്യം വരും ഗോവിന്ദേട്ടാ, ഇല്ലെങ്കിൽ നമ്മൾ സാഹചര്യം ഉണ്ടാക്കണം. എന്നാൽ എല്ലാ കാര്യവും വെട്ടി തുറന്ന് പറയുന്ന നമ്മുടെ മോള് ഈ കാര്യം മാത്രം മറച്ചു വെക്കുകയാണല്ലോ കനകെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ഒന്ന് പറ്റിക്കണമെന്ന്. നന്ദുകൂട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. ഏതൊക്കെയാലും നാളെ രാവിലെ കുളിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 7ാം മാസത്തെ ചടങ്ങിനെ അവളും വരുന്നു എന്നാണ് പറഞ്ഞതെന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, നോക്കിയിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി, അവിടെ അങ്ങോട്ട് ചെല്ലുന്നത് അനാമയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ചടങ്ങിനും നമ്മുടെ മോളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഗോവിന്ദേട്ടാ, അതിപ്പോൾ അവളുടെ ചേച്ചിയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ. ഇപ്പോൾ ചിക്കൻ പോക്സ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കത്തില്ലായിരുന്നോ? ഇനി അവളെ കൊണ്ടുപോയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മൂർത്തി സാറും മുത്തശ്ശിയും നമ്മളെ കുറ്റപ്പെടുത്തത്തില്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴും ജ്യോത്സ്യം പറഞ്ഞത് മനസ്സിൽ കിടക്കുക കനകെ. അവളുടെ മനസ്സിൽ കിടക്കുന്ന ചെക്കൻ തന്നെ അവളെ കേട്ടുവെന്ന് ജ്യോത്സ്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ട് കൂടുതൽ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്.
എൻ്റെ ഗോവിന്ദേട്ടാ, അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോകത്തില്ലേ, പിന്നെ കുഴപ്പമൊന്നും വരത്തില്ല. നാളെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എൻ്റെ കണ്ണ് അവിടെ നമ്മുടെ നയനയുടെ അടുത്തും ആദർശിൻ്റെ അടുത്തും അവരുടെ അമ്മേൻ്റെ അടുത്തും ആയിരിക്കും. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കഥ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയണം എന്നിങ്ങനെ കനക പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ പലഹാരം ഉണ്ടാക്കുക കേട്ടോ അനന്തപുരിയിൽ. അപ്പോൾ ദേവയാനി ഇങ്ങനെ അച്ചപ്പം എടുത്ത് ഇങ്ങനെ ചട്ടിയിലോട്ട് ഇടുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ ഉണ്ട്, അതുപോലെ തന്നെ ജാനകി വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ നയനോട് പറയുകയാണ്, നീ എന്തിനാ അവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത്, നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുകയാണ്, അവൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയേ, എനിക്കങ്ങനെ വലിയ കൊതിയൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ആസ്വദിക്കുകയായിരിക്കും, പ്രത്യേകിച്ച് അമ്മായിയമ്മ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഈ പണിയൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണല്ലോ, പ്രത്യേകിച്ചും ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ നയന. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇതിപ്പോൾ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒന്നും ചെയ്യണ്ട, ഇത് അടുക്കള പറഞ്ഞൊക്കെ ഞാൻ ഏറ്റെടുത്താണ്, ഞാൻ ഇതെല്ലാം ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിലെ ജോലിക്ക് ആളില്ലെന്ന് പുറമേ ഉള്ളവർ അധിക്ഷേപിക്കുമായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ 4-5 പെണ്ണുങ്ങളുള്ളപ്പോൾ എന്തിനാണ് വീട്ടിലൊരു ജോലിക്കാരി? വീട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ പിന്നെ ജോലിക്കാരെ വെക്കേണ്ട ആവശ്യകതയില്ലല്ലോ. 4-5 പെണ്ണുങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, അതിൽ കുറഞ്ഞുള്ള അന്തസ്സൊക്കെ മതി നമ്മുടെ ഏട്ടത്തിക്ക്. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നയന പറയുകയാണ്, 7-ാം മാസക്കാരി എത്തിയല്ലോ, എത്തിയെങ്കിൽ ഇതെല്ലാം എടുത്തൊന്ന് രുചിച്ച് നോക്ക്, നിൻ്റെ ചടങ്ങാണല്ലോ നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുകയാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജലജ ഇങ്ങനെ കുശുമ്പൂത്തി പറയുകയാണേ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടുക്കളയിൽ കയറാത്ത മരുമകൾ എല്ലാം എടുത്ത് രുചിച്ച് നോക്കാനാണ് ഏട്ടത്തി പറഞ്ഞത് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതിനെന്താ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനയൊക്കെ നോക്കിയിട്ട് ഓരോന്നെടുത്ത് കഴിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജാനകിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മായി എല്ലാം മുന്നിൽ നിന്ന് ചെയ്തുകൊണ്ട് പലഹാരം എല്ലാം നന്നായിട്ടുണ്ട്, പിന്നെ മടി കാണിച്ച് നിന്ന് എൻ്റെ അമ്മായിയമ്മയെ അടുക്കള കയറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് എന്നിങ്ങനെ നവ്യ പറയുകയാണേ. എനിക്കും ഒരു കൊച്ചുണ്ട്, അവൾ വീട്ടിൽ പോയിരിക്കുക, നാളത്തെ ഫംഗ്ഷൻ അവൾ വരുമോ ഇല്ലയോ എന്നാണ് അറിയാൻ വയ്യാത്തത് എന്നിങ്ങനെ ജാനകി പറയുക. അപ്പം നവ്യ പറയാണ്, അവളും അവളുടെ വീട്ടുകാരും വരാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും വന്ന പോലെയല്ല എൻ്റെ മരുമോൾ ഈ വീട്ടിലേക്ക് വന്നത് എന്നിങ്ങനെ ജാനകി പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവളുടെ കയ്യിലിരിപ്പിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ കുടുംബകലഹം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, പിന്നെ മറച്ചു വെച്ച്. അപ്പോഴത്തേക്കിനും നയന ഇങ്ങനെ നവ്യനെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും വേണ്ടെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുകയാണേ, നിങ്ങൾ രണ്ടുപേരെ കഴിഞ്ഞ് ഒരുപാട് മുകളിൽ അനാമിക മോളെന്ന് പറയും കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാ, ഞങ്ങൾ രണ്ടുപേരും അവളെ കഴിഞ്ഞ് ഒരുപാട് താഴെയാ. അതെ, നീ പറയേണ്ട കാര്യമില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ ജലജ പറയണം കേട്ടോ. നാളെ ചേച്ചി പ്രസവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയല്ലേ, ആ സമയത്തെങ്കിലും 2 നല്ല വാക്ക് പറഞ്ഞുകൂടെ എന്നിങ്ങനെ നയന നമ്മുടെ ജലജയോട് പറയുന്നുണ്ടേ. അങ്ങനെ പറയാനും മാത്രമുള്ള മഹത്വമൊന്നുമേ ഇവൾക്കും ഇല്ല നിനക്കും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ജലജ. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പറയുകയാണേ, എന്താണെങ്കിലും അമ്മയ്ക്കും മോനും മഹത്വം ഉണ്ടല്ലോ. അമ്മയെയും മോനെയും ഞാൻ മാറി മാറി കൊണ്ടുവന്ന് കാണിച്ചല്ലോ. ഇവൾ മേടിച്ച് തന്ന സാരി 4 അണയുടെ സമ്മാനം പോലും തന്നിട്ടില്ല അമ്മയും മോനും. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതി. ഞാൻ മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവഗണന എന്ന് നന്നായിട്ടറിയാം. പക്ഷെ അമ്മയും മോനും അതിന് പ്രതീക്ഷിക്കേണ്ട. അനന്തപുരി തറവാടിലെ കുഞ്ഞിനെയാണ് ഞാൻ പ്രസവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ വളരും, അതിലാർക്കും ഒരു സംശയവും വേണ്ട. അപ്പോഴത്തേക്കിനും ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നയനയും ദേവയാനി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേവയാനി പറയുകയാണ്, ഇനി ഇവിടെ കൂടുതൽ സംസാരം വേണ്ട, രണ്ടുപേരും പുറത്തു പോയേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയന ഇങ്ങനെ അമ്മയുടെ ഇങ്ങനെ തലയാട്ടി കാണിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കാണിക്കാൻ നമ്മുടെ അനാമികയുടെ വീട്ടിലാണ് നമ്മുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആനിയുടെ അമ്മ മാറിയും തിരിഞ്ഞു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ളെന്ന് പറയുന്നുണ്ട്, നാളത്തെ 7-ാം മാസത്തെ ചടങ്ങിന് ചെല്ലാൻ. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, അവർ വിളിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ അവരുടെ മരുമോൾ പങ്കെടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ, അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ മോളുടെ അഹങ്കാരമായിട്ട് അവരത് ചിത്രീകരിക്കുകയും ചെയ്യും.
എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ എന്നിങ്ങനെ പറയേ. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ചെന്നിട്ട് വേണം അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടാൻ. 1-2 പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോഴുള്ള അവസ്ഥ അറിയാലോ. ദേവയാനിയും പണി പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാഴികയില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാനിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണേ, വല്യമ്മയൊന്നും അല്ല പണി പറ്റിക്കുന്നത്, വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അവളുമാരാണ് ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശ്വാസം മോൾക്കുണ്ടെങ്കിൽ അവളുമാർ അവിടെ നിന്ന് പോയി കഴിയുമ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇനിയിപ്പോൾ മൂത്തവളുടെ ഡെലിവറി ആയതുകൊണ്ട് അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കും. അത് തന്നെയല്ല, അവൾ വലിയ ഡിസൈനർ ആയതുകൊണ്ട് അവൾ എപ്പോഴും ഓഫീസിലും ആയിരിക്കത്തില്ലേ. ഇനി അതുകൊണ്ട് അവളെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മോളൊന്ന് പോകുന്നത് നല്ലതാണ് എന്നിങ്ങനെ വേണു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുകയാണെ, ചിക്കൻ ബോക്സുകാരി വരുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ, അവൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കും എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അവൾ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും വേണു പറയുകയാണ്, ചിക്കൻ ബോക്സ് ബാധിച്ചിടത്തോട്ട് പോകുന്നത് ശരിയല്ല മോളെ. ഒന്നാമത് വലിയ ചൂടാണ്, അത് പകരാൻ എളുപ്പമാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് രോഗം വന്നപ്പോൾ അത് ദൈവകോപമല്ല ദേവിയുടെ അനുഗ്രഹമാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. വെറുതെ തർക്കിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വെളുത്ത പാണ്ടാണെങ്കിൽ നല്ലതാണെന്നാണ് സമൂഹത്തിലെ എല്ലാവരും പറയുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ വേണു പറയുകയാണേ, അവിടെ മുഖത്ത് വെളുത്ത പാടാണെങ്കിലും മനസ്സിൽ മുഴുവൻ കറുത്ത പാടാണെന്നേ. അത് ശരിയാ. പിന്നെ മോള് നാളെ പോകാതിരുന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും. ആ സമയത്ത് എല്ലാവരും അത് ചർച്ചയാക്കും. അപ്പം എല്ലാവരും അറിയട്ടെ അതിന് കാരണം നന്ദു ആണെന്ന്. ഒരു കാര്യം ഓർപ്പിക്കാമേ, ഈ ചിക്കൻ ബോക്സ് ബാധിച്ച അവസ്ഥയിൽ നന്ദു പങ്കെടുക്കുകയാണെങ്കിൽ അത് അനി പറഞ്ഞിട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഇപ്പോഴും അരുതാത്ത ബന്ധമുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും. അതിനുശേഷം അനാമിക എണീച്ച് കൈ കഴുകാൻ പോകും കേട്ടോ. അപ്പോൾ വേണു പറയുകയാണേ, അനിയുമായിട്ട് അവൾക്ക് ജീവിക്കുന്നത് താല്പര്യമില്ല, എന്നാൽ അനിയും നന്ദുമായിട്ട് ഒന്നിച്ച് ചേരുന്നതും അവൾക്ക് താല്പര്യമില്ല. ശരിയാന്നൊക്കെ പറയുന്നുണ്ടേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കനകനെയും ഗോവിന്ദനെയാണ്. അവരിങ്ങനെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കവറിനകത്താക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, നാളെ നവ്യനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് നയനനെയും കൂടെ വിളിക്കണം എന്നിങ്ങനെ പറയുക. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാന്ന് ചോദിക്കുക. അല്ല, നമ്മുടെ നന്ദമോള് പറഞ്ഞായിരുന്നല്ലോ ചേച്ചീനെ കൂടെ വിളിക്കണമെന്ന്. 1-2 ദിവസം ഇവിടെ 2 ചേച്ചിമാരുടെ കൂടെ നിൽക്കണമെന്ന് നന്ദുവിന് ആഗ്രഹമുണ്ടല്ലോ. അപ്പോഴത്തേക്കിനും നയന ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ആദർശിന് ഇഷ്ടപ്പെടുമോ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. 1-2 ദിവസമല്ല, ഒരാഴ്ച നിർത്തണമെന്ന് ചോദിച്ചാൽ പോലും കൂടെ നമ്മുടെ ആദർശമ്മ സമ്മതിക്കും. പക്ഷേ ഇപ്പോൾ അമ്മായിയമ്മ സമ്മതിക്കുമോ എന്നാണ് സംശയം. അവിടെ ഇപ്പോൾ സമ്മതിക്കാത്ത ഒരാളേ ഉള്ളൂ, ആദർശമ്മൻ്റെ അമ്മ. ഗോവിന്ദേട്ടൻ ഓർക്കുന്നുണ്ടോ, ഇടയ്ക്ക് നമ്മുടെ മോൾക്ക് ചെറുതായിട്ടൊന്ന് തലവേദന വന്നത്, ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാതെ തടഞ്ഞത് അമ്മായിയമ്മയാണ്. അതൊക്കെ അമ്മായിയമ്മയ്ക്ക് മരുമകളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് അവർ തമ്മിൽ സ്നേഹത്തിലായോ കനകയെന്നിങ്ങ് ചോദിക്കുക. അപ്പം കനക പറയുന്നുണ്ട്, പിന്നെ എത്രയ്ക്ക് സ്നേഹത്തിലായില്ലേ അവർ. നമ്മുടെ മോള് ആദർശിൻ്റെ അമ്മയ്ക്ക് പകർന്നു കൊടുത്തത് സ്നേഹം മാത്രമല്ല, അവളുടെ കരൾ കൂടിയാണ്. ഗോവിന്ദേട്ടാ, നമ്മളുടെ മോള് ആദർശിൻ്റെ അമ്മയ്ക്കിപ്പം മരുമോളല്ല, സ്വന്തം മോളാണ്. നയനമോൾ ഇപ്പം നമ്മളെ കഴിഞ്ഞും കൂടുതൽ സ്നേഹിക്കുന്നതും ദേവയാനിയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നാടകം കാണുമോ കനക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ ഗോവിന്ദേട്ടാ ഇത്? അങ്ങനൊന്നും ഇല്ല. അതെ, നയനമോൾ ചെയ്ത ഉപകാരം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നയനമോളെ അവർക്ക് മാറ്റി നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ അകറ്റി നിർത്തിയിരുന്ന അമ്മായിയമ്മ ഇനി തൊട്ട് മോളെ ചേർത്ത് നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് കനക അവർ ഇതെല്ലാം ഇത്രയും നാളും ദേവയാനിൽ നിന്ന് മറച്ചു വെച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, ദേവയാനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കാൻ അവർക്ക് പറ്റുമോ ഇല്ലെന്നൊരു സംശയമുള്ളത് കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊന്നും ദേവയാനിയെ അറിയിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും വിചാരിച്ചതും അങ്ങനെ തന്നെയാണ്. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിപരീതമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ കല്ലുകടി ഉണ്ടല്ലോ കനകെ. ഇല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ ആദർശ് അറിയേണ്ടതല്ലേ. അപ്പോൾ കനക പറയുകയാണ്, അതല്ലേ ഗോവിന്ദേട്ടൻ ഞാൻ പറഞ്ഞത്, ആ കല്ലുകടിയൊക്കെ മാറണമെങ്കിൽ ഇനി നമ്മുടെ മോള് സത്യം പറയണം. അതിനാ നവ്യക്കൊപ്പം നയന മോളെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടുന്നത്. അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മുടെ കനക ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിലിരിക്കുകയാണ്, നമ്മുടെ അനാമിക ഇല്ലല്ലോ.
ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു മെസ്സേജ് ഇട്ട് സൗണ്ട് വരിക കേട്ടോ. ഇപ്പോൾ ഫോണെടുത്ത് ഇങ്ങനെ നോക്കും. ഫോണെടുത്ത് നോക്കുമ്പോൾ നന്ദുവിൻ്റെ മെസ്സേജാണെന്ന് ഇങ്ങനെ കാണുവേ. മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും കേട്ടോ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. അപ്പം മുഖത്തിങ്ങനെ നമ്മുടെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടിങ്ങനെ എടുത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ അനിക്കങ്ങ് ഭയങ്കര സങ്കടമാവുകയാണ്. ഒത്തിരി വിഷമിച്ചിട്ട് നമ്മുടെ അനി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മുടെ അബി ഇങ്ങനെ റൂമിൽ കിടക്കുക കേട്ടോ. രാത്രിയായല്ലോ. അപ്പോൾ ഇങ്ങനെ അബി കിടക്കുമ്പോൾ ഓർക്കുവാണേ അനഘ ഫോൺ വിളിച്ച് ഞാൻ അനഘയാണ്, ഞാൻ നാട്ടിലേക്ക് എത്തി എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് കിടക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ നവ്യ റൂമിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ തന്നെ പറയുകയാണേ, നാളെ ഞാൻ പോയതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആരുടെയൊക്കെ പിന്നാലെ പോകണമെന്നും ഞാൻ പോകുന്നത് നിനക്ക് വലിയ ആശ്വാസമാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനു പറയുന്നുണ്ട്, ഓരോന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്നിട്ട് അതൊക്കെ വിളിച്ച് കൂയിക്കൊണ്ട് നടക്കുക. എൻ്റെ മനസ്സ് എന്താണെന്ന് നിനക്കറിയാലോ എന്നിങ്ങനെ പറയും. അപ്പോൾ നവ്യ പറയണം, നിൻ്റെ മനസ്സ് എന്നെപ്പോലെ പഠിച്ച വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അവസാന ദിവസത്തിന് മുന്നേ നീ എന്നോട് യുദ്ധത്തിന് വരികയാണോ എന്നിങ്ങനെ അഭി ചോദിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, 7 മാസമായി നിൻ്റെ അംശത്തിൻ്റെ ഭാഗമായത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി പോലും കൂടെ നീ ഒരു 7 മാസമായിട്ട് ആലോചിക്കുന്നുണ്ടോ? നീ സ്നേഹത്തോടെ ഒരു ദിവസം പോലും എൻ്റെ അരികിലേക്ക് വന്നിട്ടില്ല. നീ എപ്പോഴും എൻ്റെ അരികത്ത് തന്നെയല്ലേ. നീ എന്നെ വിട്ടു പോകുമ്പോഴേ നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അളവ് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ എനിക്ക് അങ്ങോട്ടും എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും നവ്യ പറയുന്നുണ്ട്, അതൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാരുടെ കാര്യമാണ്. നിനക്ക് ഞാൻ അകന്നു പോയി കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതൊക്കെ വിട്. നിൻ്റെ അനിയത്തി നിനക്ക് സാരിയൊക്കെ മേടിച്ച് തന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും മേടിക്കാതിരുന്നതെന്ന് ഇങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതിന് മുന്നേ നിനക്കതൊക്കെ മേടിച്ച് തരാമായിരുന്നല്ലോ. അതുപോലെ അനിയത്തിയും അമ്മാവന്മാരും ഒക്കെ മേടിച്ച് തരുന്ന പോലെയാണോ ഭർത്താവ് മേടിച്ച് തരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കൊള്ളില്ലെങ്കിൽ പോലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മറ്റാര് തരുന്നതിനെ കഴിഞ്ഞും വളരെ വലിയ സമ്മാനമാണ്. എടി, നാളെ രാവിലെ പോകേണ്ടതല്ലേ, നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്നിങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവി പറയുകയാണേ, ഞാൻ ഉറങ്ങിയിട്ട് വേണം നിനക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കാൻ. എന്നിട്ട് ദേഷ്യത്തോടെ നവി അങ്ങോട്ടേക്ക് കിടക്കാൻ പോകും. അപ്പോഴത്തേക്കിന് അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്താണെങ്കിലും എൻ്റെ നയങ്ങളൊന്നും മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്